വീട്ടിൽ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ടു ലെറ്റ് ദ നാച്ചുറൽ ലൈറ്റ് കം ഇൻ. സോ രാവിലെ എഴുന്നേറ്റ ഉടനെ കേർട്ടൻസും വിൻഡോസും എല്ലാം നല്ല രീതിയിൽ തുറന്നിടുക. നിങ്ങളുടെ ഫ്ലാറ്റിന് അല്ലെങ്കിൽ വീടിന് അത്യാവശ്യം സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാൽക്കണി ഡോർസ് ഒക്കെ എപ്പോഴും ഓപ്പൺ ചെയ്തിടാം. അതാണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ എനിക്ക് ഇവിടെ 2 പൂച്ചക്കുട്ടികൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഫുൾ ടൈം തുറന്നിടാൻ പറ്റില്ല. ബട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് ഞാൻ എപ്പോഴും ഇത് ചെയ്തിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് തിങ് ഇസ് ഫ്ലവർ ഡെക്കറേഷൻസ്. ഫ്രഷ് ഫ്ലവേഴ്സ് വീട്ടിൽ വെക്കുന്നത് നല്ലോണം പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. നാട്ടിൽ ഈ ഒരു രീതി വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതല്ല. നമ്മൾ എനിക്ക് തോന്നുന്നു ഓണത്തിന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വീട്ടിൽ പൂവൊക്കെ ഇടുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു തമിഴ്നാട് നിങ്ങൾക്ക് ഡെയിലി കാണാൻ പറ്റുന്ന റിച്വലാണ്. ഞാനൊരു 12+ ഇയേഴ്സ് ആയി ചെന്നൈയിൽ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴും അവരുടെ അമ്മമാർ വീട്ടിൽ വെള്ളം നിറച്ച് പൂക്കളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 40 റുപ്പീസിന് വാങ്ങിച്ച പൂക്കളാണ്. നമുക്ക് 3 days വരെയൊക്കെ ഈസി ആയിട്ട് ഇത് നിൽക്കും. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി കോസ്റ്റ്ലി. സോ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. ദ നെക്സ്റ്റ് തിങ് ഇസ് ടു ഹാവ് എ വാട്ടർ ഫൗണ്ടൈൻ. വാട്ടർ ഫൗണ്ടൈൻ പല ടൈപ്പിൽ അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ബുദ്ധയുടെ വാട്ടർ ഫൗണ്ടൈൻ ആണ്. ഇതിന്ന് ഈ വെള്ളം ചാടുന്ന സമയത്ത് കേൾക്കുന്ന സൗണ്ട് സോ ഹീലിംഗ് ആൻഡ് ഇറ്റ്സ് സോ റിലാക്സിങ്. അത് നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഫ്ലവേഴ്സ് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ബുദ്ധയ്ക്ക് ചുറ്റും കൂടി ഒന്ന് വെച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കാതിനും സുഖമാണ്, കാണാനും സുഖമാണ്. സോ ഡെഫിനറ്റ്ലി ഗെറ്റ് എ വാട്ടർ ഫൗണ്ടൈൻ. അപ്പൊ അടുത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നത് സാമ്പ്രാണി കത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഹിന്ദുക്കളുടെ വീട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതിന്റെ സ്മെൽ, ഓ മൈ ഗോഡ്, ഭയങ്കര നല്ല സ്മെല്ലാണ്. ഇപ്പൊ സാമ്പ്രാണിക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് വേരിയൻസ് അവൈലബിൾ ആണ്. ബട്ട് പണ്ട് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആയിരുന്നു കുറച്ചും കൂടി ഒരു മോർ ഒത്തന്റിക് സ്മെൽ. സോ ദിസ് സ്മെൽ വിൽ ഡെഫിനറ്റ്ലി കാം യുവർ മൈൻഡ്. അപ്പൊ അടുത്തൊരു കാര്യം ഞാൻ ചെയ്യുന്നത് അഗർബത്തി കത്തിക്കുക എന്നുള്ളതാണ്. അഗർബത്തിയിൽ ഒരുപാട് വേരിയൻസ് അവൈലബിൾ ആണ്. ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാവൻഡറിനെയാണ്. ബട്ട് ഒരു പൊടിക്ക് എനിക്ക് അഗർബത്തിനേക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടം സാമ്പ്രാണി തന്നെയാണ്. ദ നെക്സ്റ്റ് തിങ് വാട്ട് ഐ ഡു ഇസ് ഡീക്ലട്ടർ. സോ നമ്മൾ ചില സമയത്ത് ധൃതിയിൽ എവിടെയെങ്കിലും പോകുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ ജോലി സമയത്തായിക്കോട്ടെ നമ്മൾ വെക്കേണ്ട സാധനങ്ങൾ അവിടെ വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി വലിച്ചിടാറുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് നീറ്റ്ലി ഓർഗനൈസ് ചെയ്യുക. എൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മെസ്സി ആക്കി ഇട്ടേക്കുന്നത് എൻ്റെ വാർഡ്രോബ് തന്നെയായിരിക്കും. സോ വീക്ക്ലി വൺസ് ഞാൻ എപ്പോഴും ഒന്ന് ഓർഗനൈസ് ചെയ്ത് തിരിച്ച് വെക്കാറുണ്ട് തുണികളൊക്കെ. സോ ദ നെക്സ്റ്റ് തിങ് വാട്ട് ഐ ഡു ഇസ് പ്ലേ സ്ലോ മ്യൂസിക്. ആൻഡ് പ്ലേയിങ് ദിസ് മ്യൂസിക് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ദാറ്റ് ഐ ഡു ആഫ്റ്റർ ഐ വേക്ക് അപ്പ്. കാരണം എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, സദാ പലയ. സോ ഇത് ഞാൻ എപ്പോഴും മോർണിംഗ് പ്ലേ ചെയ്തിരിക്കും. ആൻഡ് ദിസ് ഇസ് ഹൗ മൈ ഡേ സ്റ്റാർട്ട്. ആൻഡ് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും ഈ പാട്ട് കേട്ടത്. ഈ ഒരു സോങ്ങിന് ഭയങ്കര നല്ലൊരു എനർജി ഉണ്ട്, വേറെ കൈൻഡ് ഓഫ് വൈബ് ഉണ്ട്. ഐ ഡെഫിനറ്റ്ലി ലവ് ദിസ്. നിങ്ങളൊരു പ്രാവശ്യം കേട്ട് നിങ്ങളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ബി ഓസം. സോ ദ നെക്സ്റ്റ് തിങ് വാട്ട് ഐ ഡു ടു ബ്രിങ് ഇൻ മോർ പോസിറ്റിവിറ്റി ഇസ് ടു ഗ്രോ പ്ലാന്റ്സ്. സോ എനിക്കൊരു ചെറിയ ബാൽക്കണിയാണുള്ളത്. പക്ഷേ ബാൽക്കണി നിറച്ച് പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഉടനെ പാട്ട് വയ്ക്കുക, നേരെ ബാൽക്കണി പോവുക. ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ മോർണിംഗ് റിച്വൽസിൽ പെടുന്ന കുറച്ച് കാര്യങ്ങൾ. ഈ പച്ചപ്പ് കാണുന്നതിൻ്റെ അത്ര സുഖം വേറെ ഒന്നിനും കിട്ടില്ല. കാരണം രാവിലെ നമ്മൾ ഈ ഗ്രീൻസ് കാണുമ്പോൾ കണ്ണിന് ഭയങ്കര ഒരു കുളിർമയുള്ളൊരു കാഴ്ചയാണ്. എൻ്റെ 2 പൂച്ചക്കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻസ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം പ്ലാന്റ്സ് വെക്കാൻ നോക്കിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഗ്രോ പ്ലാന്റ്സ് ഇൻ യുവർ ബാൽക്കണി. അപ്പൊ അടുത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ലൈറ്റ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാൽക്കണി അല്ലാതെ നമുക്ക് വീടിന്റെ ഉള്ളിലും ഇങ്ങനത്തെ കോർണേഴ്സ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നല്ല കുഞ്ഞു ഫെയറി ലൈറ്റ്സ് അല്ലെങ്കിൽ ഇതുപോലെ ബൾബ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഭയങ്കര കാണുമ്പോൾ മനസ്സിന് സുഖമാണ്. ആൻഡ് ഒബ്വിയസ്ലി ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ഗിവ് യു പീസ്. സോ ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് ഒക്കെ വീട്ടിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ഇനി കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഈവിൽ ആയി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് വീട്ടിൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദർ ഒക്കെ വരുന്ന സമയത്ത് പല രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടിലോട്ട് വരിക അല്ലേ. ഇതിൽ കുറച്ച് പേര് ജെനുവിൻലി നമുക്ക് വേണ്ടിയിട്ട് ഹാപ്പി ആയിരിക്കും. ബട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെറിയ രീതിയിൽ ജലസി അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മളെ കാണുക. അപ്പം ആ ഒരു ദൃഷ്ടിദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ കുറച്ച് കല്ലുപ്പ് എടുക്കുക, അതിന് മുകളിൽ ക്യാംഫർ പൊടിച്ചിട്ടതിന് ശേഷം ഗ്രാമ്പു ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് സെൻറ്ററിൽ ഒരു സിനമൺ വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. ഇത് വീട്ടിലോട്ട് ആൾക്കാർ വരുന്ന സമയത്ത് അവർ കാണുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഈവിലായി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനും കുറച്ച് ക്യാംഫർ എടുക്കുക, കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരു ഫുൾ ബേ ലീഫ് എടുത്തിട്ട് നന്നായിട്ട് ബേൺ ചെയ്ത് നമ്മൾ ഫുള്ള് വീട്ടിലോട്ടൊക്കെ കാണിക്കുക. നാട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യില്ലേ, ഉപ്പും മുളകും കടുകൊക്കെ കൂട്ടിയിട്ട് ദൃഷ്ടിദോഷം എടുക്കുക. ഇത് വളരെ സിമിലർ ആണ് അതുമായിട്ടും. തമിഴ്നാട്ടിലും പിന്നെ നോർത്തിലുമാണ് ഞാൻ ഈ രീതിയിൽ ദൃഷ്ടിദോഷം എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇനി കാണിക്കാൻ പോകുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ കോളേജിലൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരു ലെമൺ എടുക്കുക, അത് ഹാഫായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കുങ്കുമത്തിലും മറ്റേ ലെമൺ മഞ്ഞൾപ്പൊടിയിലും മുക്കിയിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് നെഗറ്റീവ് എനർജിയൊക്കെ റിമൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയപ്പെട്ടുള്ളത്. ഇനി അടുത്ത് കാണിക്കാൻ പോകുന്ന ഒരു റിച്വൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. ഒരു ഗ്ലാസ് ഓഫ് വാട്ടർ എടുക്കുക, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആയിരിക്കണം. അതിനകത്ത് നമ്മളൊരു ലെമൺ ഇട്ട് വെക്കുക, ഒപ്പം കുറച്ച് റോക്ക് സോൾട്ടും ഒരു ഇത്തിരി
പൊടിച്ച ക്യാംഫറും കൂടി ഇട്ടിട്ട് നമുക്ക് എല്ലാ വീടിന്റെ ചുറ്റും ഒന്ന് കാണിച്ചതിന് ശേഷം ഒരു കോർണറിൽ ആൾക്കാർ കാണുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക. ഇതും നല്ല രീതിയിൽ നെഗറ്റീവ് എനർജി എടുക്കും എന്നാണ് പറയുന്നത്. ഈ ഈവിൽ ഐസ് റിമൂവ് ചെയ്യാൻ കാണിച്ചതെല്ലാം നമ്മുടെ ബിലീഫാണ്. നമ്മൾ കണ്ടു വളർന്നതും അല്ലെങ്കിൽ കേട്ട് വളർന്നതുമായ കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാം വിശ്വാസങ്ങളാണല്ലോ. നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഓരോന്നിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് 24/7 ഒന്നും ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. അതിനകത്ത് ഡിപ്പൊക്കെ ഉണ്ടാവും. ബട്ട് ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ഹെൽപ്പ് യു ഓവർകം ദറ്റ് ഡിപ്പ് ഇസ് യു യുവർ സെൽഫ്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ടേക്ക് കെയർ. ബൈ.